രാഷ്ട്രീയ കാര്യങ്ങളിൽ പൊതുവെ 2-3 കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം ഇപ്പോൾ നമ്മുടെ ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് മുടങ്ങി കിടക്കുകയാണ്. കിട്ടിക്കൊണ്ടിരുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾ ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് സച്ചാർ കമ്മിറ്റി കൊടുത്ത ഒരു ആനുകൂല്യം മുടങ്ങിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് അത് പാലോളി കമ്മിറ്റിയായി. പിന്നെ പാലോളി കമ്മിറ്റിയുടെ ശുപാർശ ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്ന അതും മുടങ്ങിയിരിക്കുകയാണ് ഹൈക്കോടതി വിധിയെ തുടർന്ന്. അതുകൊണ്ട് ഉടനെ തന്നെ ഇത് പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ സ്കോളർഷിപ്പ് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ആൾ പാർട്ടിയിൽ പ്രത്യേകിച്ച് തീരുമാനമൊന്നും ഗവൺമെൻറ് പറയാത്ത സ്ഥിതിക്ക് ഇതൊട്ടും താമസിയാതെ അടിയന്തരമായി തീരുമാനം എടുക്കണം എന്നുള്ള പാർട്ടിയുടെ അഭിപ്രായം ഞങ്ങൾ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നീട്ടിക്കൊണ്ടുപോകുന്നതിലുള്ള ആശങ്ക വളരെ വലുതാണ്. അതുകൊണ്ട് നീട്ടിക്കൊണ്ടുപോകാതെ തീരുമാനം എടുക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ കൊടുത്ത നിവേദനത്തിൻ്റെയും പറഞ്ഞ അഭിപ്രായത്തിൻ്റെയും രേഖാമൂലമുള്ള പേപ്പർ അത് ബഹുമാന്യ ബഷീർ സാഹിബ് ഇവിടെ വിശദീകരിക്കും. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ സംവരണ സംബന്ധിച്ചിട്ടുള്ള പുതിയ കോടതി 80-20 അത് റദ്ദാക്കിക്കൊണ്ടുള്ള കോടതി വിധി വളരെ വലിയൊരു പ്രതിസന്ധി രാജ്യത്ത് സൃഷ്ടിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആഴങ്ങൾ വളരെ വലുതാണ്. നമ്മളെല്ലാം മനസ്സിലാക്കിയതുപോലെ കോടതി വിധി പ്രകാരം ഇനി സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ നടപ്പിലാക്കാൻ കഴിയാത്ത അവസ്ഥ വന്നിരിക്കുകയാണ്. ന്യൂനപക്ഷ ക്ഷേമവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം കാരണം കോടതി 2008 ഉത്തരവ്, 2011 ഉത്തരവ്, 2015 ഉത്തരവ് ഇത് റദ്ദ് ചെയ്തതിൻ്റെ ഫലമായി 2008 ഉത്തരവ് എന്താണെന്ന് വെച്ചാൽ ഈ 2008 ആദ്യത്തെ ജിയോയിലാണ് പറയുന്നത് കേരളത്തിൽ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുന്നത് പഠനം നടത്തിയ പാലോളി മുഹമ്മദ് കുട്ടി അധ്യക്ഷനായ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ട് പരാമർശത്തിലെ ഉത്തരവ് പ്രകാരം സർക്കാർ അംഗീകരിക്കുകയുണ്ടായി. പ്രസ്തുത കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ സെക്രട്ടേറിയറ്റിൽ ന്യൂനപക്ഷ സെൽ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പാലോളി കമ്മിറ്റി ശുപാർശകളെ തുടർന്ന് നടത്തേണ്ട നടപടികളുടെ ഭാഗമായി താഴെ പറയുന്നവ അംഗീകരിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 1. മുസ്ലിം പെൺകുട്ടികൾക്ക് ബിരുദാനന്തര പ്രൊഫഷണൽ കോഴ്സുകൾ മെറിറ്റ് കമ്മീൻ അടിസ്ഥാനത്തിൽ പ്രതിവർഷം യഥാക്രമം അത് വിശദീകരിക്കുന്നില്ല. ഈ പരിപാടികൾ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് മുഖേന നടപ്പിലാക്കുന്നു. 2. മുസ്ലിം പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസിച്ച് കോളേജുകളിൽ പഠിക്കുന്നതിനും മത്സര പരീക്ഷകൾക്ക് പഠിക്കുന്നതിനും മെറിറ്റ് മീൻസ് അടിസ്ഥാനത്തിൽ സ്റ്റൈപ്പൻഡ് അനുവദിക്കുന്നു. പട്ടികവർഗക്കാർക്കായി നടത്തുന്ന വരുന്ന പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് സെൻ്ററുകളുടെ മാതൃകയിൽ സംസ്ഥാനത്ത് 5 പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതാണ്. സിവിൽ സർവീസ്, UPSC, BSc, ബാങ്കിങ് സർവീസ് എൻട്രൻസ് തുടങ്ങിയ പരീക്ഷകൾക്ക് ഹ്രസ്വകാല പരിശീലനം ഈ കേന്ദ്രങ്ങൾ നൽകുന്നതിന് സർക്കാർ കോളേജുകൾ, വിദ്യാലയങ്ങൾ എന്നിവയ്ക്ക് ഇതിനായി സ്ഥലസൗകര്യം കാണേണ്ടതാണ്. തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ സ്ഥലസൗകര്യം കണക്കിലെടുത്തിട്ട് ഈ കേന്ദ്രങ്ങൾ പ്രവർത്തനമാകും. 2. മദ്രസ അധ്യാപകരുടെയും മദ്രസകളുടെയും വിഹിതത്തോട് വഖഫ് ബോർഡിൻ്റെ വിഹിതവും ചേർത്ത് ക്ഷേമനിധി പെൻഷൻ അനുവദിക്കുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ നിലവിൽ പ്രവർത്തനം ആരംഭിച്ച ന്യൂനപക്ഷ സെൽ സംസ്ഥാനതല പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം മേൽനോട്ടവും വഹിക്കുന്നതാണ്. ജില്ലാതലത്തിൽ ന്യൂനപക്ഷ ഡെപ്യൂട്ടി കലക്ടറുടെ ജനറൽ കീഴിൽ ഓരോ ക്ലാർക്ക് തസ്തിക വീതം 14 ജില്ലകളിലും സൃഷ്ടിക്കുന്നതാണ്.
ന്യൂനപക്ഷ പ്രവർത്തനങ്ങൾക്കായി പിന്നെ ബഡ്ജറ്റിനൊക്കെ. ഇറ്റ് മീൻസ് ഈ ഉത്തരവ് എന്തായി പോയി, കേഷായി പോയി കോടതിൻ്റെ. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം അതിനെ തുടർന്ന് പാലോളി കമ്മിറ്റി പ്രകാരം എല്ലാ വർക്കും പൂർണ്ണമായും നിശ്ചലമായി. ഇതിൻ്റെ പ്രശ്നം അതാണ്, വളരെ ഗൗരവമുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ കേരളത്തിൽ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ നടപ്പിലാക്കാൻ കഴിയാത്ത അവസ്ഥ വന്നിരിക്കുന്നു. അതിൻ്റെ ഫലമായി ആയിരക്കണക്കിന് കുട്ടികളാണ് യഥാർത്ഥത്തിൽ വിഷമത്തിലേക്ക് പോകുന്നത്. സ്കോളർഷിപ്പ് നിൽക്കുന്നു, മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അവതാളത്തിലായിരിക്കുന്നു. ഈ സ്വഭാവത്തിലേക്ക് ഇത് പോയതുകൊണ്ട് വളരെ വലിയ ഞങ്ങൾ വിചാരിച്ചൊരു സംഗതി എന്താ വെച്ചാൽ മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ഇതിൻ്റെ ഒരു ഗൗരവം കണക്കിലെടുത്തുകൊണ്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, പരിഹാര നടപടികൾ ഗവൺമെൻറ് പ്രഖ്യാപിക്കുമെന്നുള്ളതാണ്. ഞങ്ങൾ കൃത്യമായിട്ടത് പറഞ്ഞിരുന്നു. ഞങ്ങൾ പറഞ്ഞു എന്ന് മാത്രമല്ല, ഞങ്ങൾ എഴുതി കൊടുക്കുകയും ചെയ്തു. നിങ്ങളുടെ പത്രങ്ങളിലൊക്കെ അതിൻ്റെ റിപ്പോർട്ട് വന്നു. മുസ്ലിം ലീഗ് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഞങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിച്ച ആദ്യം ഇത് കോടതി ഇങ്ങനെ ഇറക്കിയ സാഹചര്യത്തിൽ, കോടതി വിധി പറഞ്ഞ സാഹചര്യത്തിൽ അതെല്ലാം തന്നെ നിന്നു പോയിരിക്കുന്നു. വളരെ വലിയ തോതിലുള്ള പ്രതിസന്ധികൾ വന്നിരിക്കുന്നു. മുസ്ലിം സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥ പഠിച്ച ശേഷം കമ്മിറ്റി നിർച്ച ആനുകൂല്യങ്ങൾ നൽകാനുള്ള സംവിധാനം പുതിയ വിധിയിലൂടെ ഇല്ലാതായിരിക്കുന്നു. ഇതൊരു പരിഹാരമായിട്ട് ഞങ്ങൾ നിർദ്ദേശങ്ങൾ വെച്ചത്. ഞങ്ങൾ വെച്ച നിർദ്ദേശം അതായത് സച്ചാർ കമ്മിറ്റി സ്കീം ഇംപ്ലിമെൻറ്റേഷൻ സെൽ എന്നോ മറ്റോ പേര് നൽകി ഒരു വകുപ്പ് ഉണ്ടാക്കണം. ഈ ആനുകൂല്യങ്ങൾ 100% പിന്നോക്കമായ മുസ്ലിം സമുദായത്തിന് നൽകേണ്ടതാണ്. ഇതുവഴി സച്ചാർ കമ്മിറ്റിയുടെ പ്രത്യേക ബോർഡ് ഉണ്ടാക്കുകയും ആനുകൂല്യങ്ങൾ 100% പിന്നോക്കർക്ക് നൽകുന്ന ഇതിന് സാഹചര്യമൊരുക്കുകയും വേണം. അതുപോലെ തന്നെ ന്യൂനപക്ഷ സമുദായങ്ങൾ പൊതുവായി നൽകുന്ന ആനുകൂല്യങ്ങൾ, ഇതല്ല, പൊതുവായിട്ട് സച്ചാർ കമ്മിറ്റി പുറത്ത് നൽകുന്ന ആനുകൂല്യങ്ങൾ, അത്തരം ആനുകൂല്യങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ജനസംഖ്യാനുപാതമായിട്ട് അത് ചെയ്യണം. അത് സച്ചാർ കമ്മിറ്റിൻ്റെ പുറത്തുനിന്ന് ജനറലായിട്ട് വരുന്ന ആനുകൂല്യങ്ങളൊക്കെ ചെയ്യണം. അത് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞതാണ്. പക്ഷേ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ മാത്രമല്ല മറ്റു പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഗവൺമെൻറ് ഇപ്പോഴും ആശയക്കുഴപ്പത്തിൽ നിന്നുകൊണ്ട് സങ്കീർണമാക്കുകയാണ് പ്രശ്നങ്ങൾ. ഇങ്ങനെ വളരെ ഗൗരവമായിട്ടൊരു പ്രശ്നം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വന്നിട്ട് അത് അഡ്രസ്സ് ചെയ്യാൻ പോലും ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. യോഗത്തിൽ ചോദിച്ചു സർക്കാരിന് എന്തെങ്കിലും നിർദ്ദേശം വെക്കാനുണ്ടോ എന്ന് ചോദിച്ചു. ഒരക്ഷരം പറയാൻ പറ്റിയില്ല അവർക്ക് നിർദ്ദേശമായിട്ട്. അപ്പോൾ ഗവൺമെൻറ് ഇത്തരം ഒരു മീറ്റിങ്ങിന് ഇങ്ങനെ വന്നപ്പോൾ പ്രിപ്പയർഡ് ആവേണ്ടതായിരുന്നില്ലേ? കാരണം അതിനൊരു സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും തന്നെ ചെയ്യാതെ ആ സ്വഭാവത്തിൽ വളരെ നിഷേധാത്മകമായിട്ട് സമീപനം എടുത്തത്. ഇപ്പോഴത്തെ ഇതെന്താണ്, മുഖ്യമന്ത്രി തന്നെ അവിടെ പറഞ്ഞു ഇവിടെ ഇനി ചർച്ചകൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ചർച്ചകൾ ഇനിയും ഇതുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വിദഗ്ധ സമിതിയെ രൂപീകരിക്കുമെന്ന് അതിൽ പിന്നെ കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി ഇറക്കിയ പത്രക്കുറിപ്പിൽ പറഞ്ഞു. ഈ കമ്മിറ്റി രൂപീകരണം എന്തിനാണ്? വളരെ വലിയ പഠനം സച്ചാർ കമ്മിറ്റി നടത്തിയ റെക്കമെൻഡേഷൻ പറഞ്ഞല്ലോ. റെക്കമെൻഡേഷൻ പറഞ്ഞിട്ട് പാലോളി കമ്മിറ്റി അതിൻ്റെ റെക്കമെൻഡേഷൻ കൊടുത്ത് ആദ്യത്തെ റെക്കമെൻഡേഷൻ ആമുഖത്ത് പറഞ്ഞത് സച്ചാർ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ, അടിയിൽ അതിൻ്റെ വെളിച്ചത്തിൽ കേരളത്തിലെ സാഹചര്യം. അതെല്ലാം പറഞ്ഞതിന് ശേഷം ഇനി എന്തിനാണ് ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നത്? അപ്പോൾ ഈ ചർച്ചകൾക്കൊന്നും കാര്യമായ മറുപടി ഒന്നും പറയാതെ, ഇതുകൊണ്ട് ഇന്ന കാര്യമാണ് ചെയ്യാൻ പോകുന്നത് പറയാതെ, നിയമോപദേശം നിയമോപദേശക്കാരല്ലേ അവരുടെ കൂടെ ഇരിക്കുന്നത്. ഏജ് അടക്കമുള്ള ആളുകൾ വഴിയില്ലേ, 1 മണിക്കൂർ കൊണ്ട് കിട്ടാവുന്ന ലീഗൽ അഡ്വൈസർ എന്ത് പബ്ലിക്കേഷനാണ് വേറെ ഇതിലുള്ളത്? അപ്പോൾ ഇത്തരം സംഗതിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു അടവായിട്ട് ഗവൺമെൻറ് ഇത് ചെയ്യുകയാണ്. അത് തെറ്റായ സമീപനമാണ് ഗവൺമെൻറ് എടുക്കുന്നത്. കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാത്ത വിധത്തിൽ നീട്ടിക്കൊണ്ടുപോയി ബുദ്ധിമുട്ടാക്കുന്ന ഒരു സമീപനമാണ് ഗവൺമെൻറ് എടുക്കുന്നത്. ഞങ്ങൾ കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾക്ക് അവർ അംഗീകാരം നൽകിയില്ല. ഞങ്ങൾക്കത് ശക്തിയായ പ്രതിഷേധമുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ നിലപാട് തന്നെ അവർ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ മറ്റു കാര്യങ്ങൾ ആലോചിക്കും. അത് ഗവൺമെൻറ് എടുത്ത നടപടി തെറ്റായി, ഇതിൻ്റെ ഗൗരവത്തിനനുസരിച്ച് ഗവൺമെൻറ് ഉയരേണ്ടതായിരുന്നു, തീരുമാനമെടുക്കാൻ എളുപ്പമായിരുന്നു. ആ തീരുമാനം വൈകിച്ച് കൊണ്ടുപോയി. മുഖ്യമന്ത്രി കേട്ടിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാം പറഞ്ഞ് കേട്ടിട്ട് അങ്ങനെയല്ലല്ലോ. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ സർവകക്ഷി യോഗത്തിൽ പറഞ്ഞിട്ട് പിന്നെ തീരുമാനം കേട്ടിട്ട് പിന്നെയും ആലോചിച്ച് പിന്നെയും വരേണ്ടതാണ്. മുഖ്യമന്ത്രി എന്നെ പറഞ്ഞത് പിന്നെയും ചർച്ചകൾ നടത്തുക. അപ്പോൾ അത് വൈകിച്ച് കൊണ്ടുപോയി
ബുദ്ധിമുട്ടാക്കാനുള്ള ശ്രമമാണ്. ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കേണ്ടതുണ്ട്. ഗവൺമെൻറ് അത് മനസ്സിലാക്കാതിരുന്നത് തീർച്ചയായിട്ടും തെറ്റായ സംഗതിയായി എന്ന് ഞങ്ങളിവിടെ സൂചിപ്പിക്കുകയാണ്. ഈ കാര്യങ്ങൾ കുഞ്ഞാലിസാവോട് നമ്മൾ പ്രതിനിധിയായിട്ട് പങ്കെടുത്തിരുന്നു. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ എഴുതി കൊടുക്കുകയും ചെയ്തു. കാരണം ദുർവ്യാഖ്യാനം ആരെങ്കിലും പറയേണ്ട ലീഗിന് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ കൂടി ആലോചിച്ച് പാർലമെൻ്ററി കമ്മിറ്റി അവിടെ അസംബ്ലി കമ്മിറ്റി അവിടെ ആലോചിച്ച് നേതാക്കന്മാരോടൊക്കെ തന്നെ ബന്ധപ്പെട്ട് എല്ലാവരും കൂടി ആലോചിച്ച് വളരെ കൺസിഡേർഡ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഞങ്ങൾ ഗവൺമെൻറ് കൊടുത്തത്. നിയമപരമായ വശം കൂടി പരിശോധിച്ചിട്ട് തന്നെയാണ് അതെ ഞങ്ങൾ തയ്യാറാക്കിയത്. ഞാനും മജീദും മുനീറും കൂടി ഒപ്പിട്ട മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുത്തിട്ടു. അതെ അത് കഴിഞ്ഞു. പിന്നെ സ്വർണ്ണക്കടത്തിനെ പറ്റി വിദഗ്ധ സമിതിയെ തീരുമാനിക്കുക എന്നുള്ളൊരു പ്രശ്നം തന്നെ ഈ അവിടെ ഗവൺമെൻറ് ഒരു നിർദ്ദേശം പറഞ്ഞിട്ടില്ല. പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് ചോദിച്ചു ഗവൺമെൻറ് വല്ല നിർദ്ദേശമുണ്ടോ. ഇല്ല, ഇനിയും ചർച്ച നടത്താം, നിങ്ങളുടെ ഒപ്പീനിയൻ കേട്ടു, നിയമപരമായൊക്കെ പരിശോധിക്കട്ടെ എന്ന് മാത്രമേ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളൂ. ഒരു തീരുമാനം ഇതേവരെ പറഞ്ഞിട്ടില്ലല്ലോ. നമുക്കറിയാം ഗവൺമെൻറ്റിൻ്റെ തീരുമാനം ഇതേവരെ പറഞ്ഞിട്ടില്ല. പത്രക്കുറിപ്പിലൊരു സമിതി എന്ന് കാണുന്നുണ്ട്, അതെന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അത് ഓൾ പാർട്ടിയിലൊന്നും കൺസിഡർ ചെയ്ത വിഷയമല്ല. അതെ, അതാണ് നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന എല്ലാവരെയും അപ്പോൾ ഇത് നീട്ടിക്കൊണ്ടുപോകുന്ന ഫലത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റി സർക്കാരിനെതിരാവുന്ന സാഹചര്യത്തിലേക്കാണോ പോകുന്നത്? അല്ല, മറ്റവരുടെ വ്യൂ ചിലപ്പോൾ അവർ വേറെ കണ്ടിട്ടുണ്ടാവും. നമ്മളതിലേക്കല്ല പോകുന്നത്. ഞങ്ങൾ ക്ലിയർ വ്യൂ ഞങ്ങൾ ആദ്യം പറഞ്ഞു. 80-20 ഉയർത്തുന്ന പ്രശ്നം മാത്രമല്ല, 80-20 ഉയർത്തുന്ന വളരെ വലിയ പ്രശ്നമാണ്. 80-20ലേക്ക് എത്തിച്ചത് ഗവൺമെൻറ്റാണ്. ഞങ്ങളിതിന് നേരത്തെ മീഡിയയോട് സംസാരിച്ചപ്പോൾ അത് വിശദീകരിച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നില്ല. ഗവൺമെൻറ് ഇറക്കിയ ഉത്തരവിലാണ് ഇത്. ഈ 2 പാളിച്ച ഗവൺമെൻറ് ചെയ്തു. നമ്പർ 1, ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുന്ന എല്ലാ സ്റ്റേറ്റുകളോടും പറഞ്ഞിട്ടുണ്ട്. ഇവർ അത് സ്ട്രേറ്റ് വേ നടപ്പിലാക്കുന്നതിന് പകരം അതിൻ്റെ എടുത്തിട്ടുണ്ടാക്കി. ഇവർ എന്താ കാര്യം? വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാൻ വേണ്ടി വേറെ മെക്കാനിസം ഇല്ലല്ലോ. കാരണം സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ സ്പെസിഫിക് ആണ്. അത് ഇത് റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇല്ലല്ല, എടുത്തിട്ട് കമ്മിറ്റി ഇല്ല. എടുത്തിട്ട് കമ്മിറ്റി ഇവരാണ് ഉണ്ടാക്കിയത്. അങ്ങനെ വന്നെന്ന് മാത്രമല്ല, അങ്ങനെ വന്നതിന് ശേഷം 100% മുസ്ലിങ്ങൾക്ക് കിട്ടാൻ അവകാശമാണ്. സച്ചാർ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അതാണ്. സച്ചാർ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ്ലി ഫോർ മുസ്ലിംസാണ്. ഞാൻ ചോദിക്കുന്നത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പോൾ ഓരോ കമ്മീഷൻ വേറെയും വരുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ കോശി കമ്മിറ്റി വരുന്നുണ്ട്. കോശി കമ്മിറ്റിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് എന്താണ്? ക്രിസ്തീയ വിഭാഗത്തിൻ്റെ ഇതിനെപ്പറ്റി പഠിക്കാൻ. ഇതേ ടേംസ് ഓഫ് റെഫറൻസിൽ മുസ്ലിങ്ങൾ പഠിക്കാൻ വെച്ചിട്ടുള്ള കമ്മിറ്റിയാണ്. അപ്പോൾ കോശി കമ്മിറ്റി ഇപ്പോൾ റിപ്പോർട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഞങ്ങൾ പറയുകയാണ്, ഞങ്ങൾ മൈനോറിറ്റിയെ കുറച്ച് ഒരു വരി ഞങ്ങൾക്ക് വേണമെന്ന് പറയാൻ നോക്കുമോ? അത് എക്സ്ക്ലൂസീവായിട്ട് അവരുടെ കാര്യം അഡ്രസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ ഒന്നാമത്തെ പാളിച്ച എന്ന് പറയുന്നത് ഇവർ ഇടത്തട്ട് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഇവർ എന്ത് ചെയ്തു? ഈ 100% കിട്ടിക്കൊണ്ടിരുന്നതിൽ അവർ 20% കൂടി കയറ്റി. അത് ഇവിടെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ മൗലികമായിട്ടുള്ള പ്രശ്നം വരുന്ന അവിടെയാണ്. എക്സ്ക്ലൂസീവ്ലി മുസ്ലിങ്ങൾക്ക് കൊടുക്കേണ്ടിയിരുന്ന സംഗതി അതിൽ മായം ചേർത്ത് ഉണ്ടാക്കിയതിൻ്റെ പ്രത്യാഘാതമാണ് നമ്മൾ അനുഭവിക്കുന്നത്. നിങ്ങളുടെ ചോദ്യം പ്രസക്തമാണ്. ഞങ്ങൾ എതിർത്തില്ല. എന്താ കാരണം എന്ന് പറയുന്നത്, ഇതിലിപ്പോൾ 80-20 എന്നുള്ളത് LDF ഗവൺമെൻറ് കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ കാര്യം. ഞങ്ങൾ പിന്നെ മെയിലോ ജൂണിലാണ് രണ്ടാമത് മുൻചാണ്ടി വരുന്നത്. കേരളത്തിൽ നടപ്പിലാക്കിയ ഒരു സംഗതി കറക്റ്റാവട്ടെ ഇതാവട്ടെ, ഞങ്ങൾ ആ സമയത്ത് പൊളിച്ചെഴുതാൻ പറ്റി നന്നായി. അത് കേരളത്തിൽ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ വരും. അപ്പോൾ ഈ നിങ്ങളുടെ പത്രങ്ങൾ എല്ലാവരും അറിയാം. കേരളത്തിലെ ഒരു സാഹചര്യത്തിൽ പോട്ടെ എന്നുള്ളൊരു സമീപനം ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ അത് എടുത്തത് ശരിയാണ്. ഞങ്ങളെടുത്ത് അത് നാടിൻ്റെ ഒരു നന്മ ആലോചിച്ച് ചെയ്ത കാര്യം. മാത്രമല്ല ഗവൺമെൻറ് അന്ന് എടുത്ത തീരുമാനം ഗവൺമെൻറ്റിൻ്റെ മാറ്റാൻ ഞങ്ങളിപ്പോഴത്തെ കാര്യമില്ല എന്ന് മാത്രമല്ല, ഞങ്ങളത് പൊട്ടിക്കൊണ്ടുവന്നാൽ അതിന് ഒരുപാട് അർത്ഥതലങ്ങൾ വരും കേരളത്തിൽ. പിന്നെ അതുകൊണ്ട് ഞങ്ങളത് സൈലൻ്റായി. അപ്പോൾ ഗവൺമെൻറ് അങ്ങനെ ചെയ്തിട്ടുള്ളൊരു സംഗതി അവർ യഥാർത്ഥത്തിൽ അവർ തന്നെ പിന്നെ ഒക്കെ നിങ്ങളുടെ അടുത്തൊക്കെ തന്നെ രേഖയുണ്ടാവും. ഈ ട്രെയിനിങ് സ്കീം ഫോർ മുസ്ലിം യൂത്ത് എന്നതിന് എൻ്റെ പേര്
അങ്ങനെയാണ് ഇത് ആദ്യം ഒന്ന് ഇവിടെ വന്നു നമ്മുടെ പയ്യന്നൂർ, പിന്നെ ആലുവ, ഒന്ന് പൊന്നാനി, അങ്ങനെയൊക്കെ വന്നത്. അതിൻ്റെ പേരങ്ങനെയായിരുന്നു. പിന്നെ അവരെ കാലഘട്ടത്തിലാണ് ഇത് മാറ്റിയത്. മുസ്ലിം യൂത്ത് എന്നുള്ള പേര് മാറ്റി മൈനോറിറ്റി എന്നുള്ള പേര് കൊടുത്തത് അവരാണ്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ പിന്നിൽ അവർക്കുണ്ടായിരുന്ന അജണ്ട ഇപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കി വരികയാണ് ഗവൺമെൻറ് എടുത്തത്. സർക്കാർ കമ്മിറ്റി എന്ന് പറയുന്നത് വേറെ കമ്മിറ്റി ഉണ്ടാക്കിയതും അതിനുശേഷം ഇതിൻ്റെ പേര് മാറ്റിയതും കൊടുത്തുകൊണ്ടിരുന്ന സ്കോളർഷിപ്പിൻ്റെ നാമകരണം തന്നെ മാറ്റിയൊക്കെ തന്നെ ഇതിൻ്റെ ഫലമായിട്ട് വന്നതാണ്. ഇതിൽ ഞങ്ങളന്ന് പത്രസമ്മേളനത്തിൻ്റെ ഒരു നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് ബഷീർ സാഹിബ് കൂടെ വിശദമായി പറഞ്ഞത്. അതായത് മറ്റെല്ലാ തുടക്കത്തിൽ ബഷീർ സാഹിബ് അത് പറഞ്ഞു, മറ്റെല്ലാ സ്റ്റേറ്റിലും ഈ ആനുകൂല്യം മൈനോറിറ്റി മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ട സ്റ്റുഡൻസിന് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവൈൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മുടങ്ങിയിരിക്കുകയാണ്. അതാണ് പ്രശ്നം. പതിനായിരക്കണക്കിന് കുട്ടികൾക്ക് സ്കോളർഷിപ്പും മുടങ്ങി, കിട്ടിക്കൊണ്ടിരിക്കുന്നത് മുടങ്ങി. അതാണ് പ്രശ്നം. അക്കാഡമിക് ഇയർ ഇപ്പോൾ ഓൺലൈനാണ് ഏതായാലും വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ഈ കോച്ചിങ് കിട്ടുന്നത് എല്ലാം നിന്ന് ചെയ്യാൻ ഒക്കില്ല. ഇത് മൈനോറിറ്റി റിലേറ്റഡ് ആയിട്ട് 2008 ജിയോ റദ്ദ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഇതിന് അടിയന്തര സ്വഭാവമുണ്ട്. അതുകൊണ്ട് സർക്കാർ അടിയന്തരമായി ഈ വിഷയം അറ്റൻഡ് ചെയ്യേണ്ടതാണ്. സച്ചാർ കമ്മിറ്റി മറ്റെല്ലാ സ്റ്റേറ്റിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നടപ്പാക്കാവുന്നേ ഉള്ളൂ. ന്യൂനപക്ഷങ്ങൾക്ക് വേറെ ആനുകൂല്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ വേറെ ഓർഡർ ഇറക്കിയാൽ മതി. ജനസംഖ്യാനുപാതികമായി കൊടുക്കുന്നതിന് ആരും എതിരല്ല. ഇത് രണ്ടും കൂടി കൂട്ടിക്കുഴച്ച് ഇല്ലീഗലാക്കി ഈ രൂപത്തിലെത്തിച്ചത് പാലോളി കമ്മിറ്റിയുടെ 2011 ഓർഡറാണ്, 28 ഓർഡറാണ്. അത് പിന്നെ ഒരു സാമുദായിക സമതുലിതാവസ്ഥ കേടുവരുത്തണ്ട എന്നുള്ള നിലക്ക് 2015 ഞങ്ങളും കണ്ടിന്യൂ ചെയ്തു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഏതായാലും അത് കോടതി ക്യാൻസൽ ചെയ്ത സ്ഥിതിക്ക് സർക്കാർ അടിയന്തരമായി തീരുമാനമെടുക്കണം. ഞങ്ങൾ പറയും സർക്കാർ ഇപ്പോൾ സമിതി വെച്ചു എന്നാണ്. സത്യത്തിൽ ഈ സമിതി വെക്കണ അതായത് നേരത്തെ നിലനിർത്തൽ കമ്മീഷൻ ഉണ്ടായിരുന്നു. അന്ന് ബാക്ക്ലോഗ് പരിഹരിക്കണമെന്ന് പറഞ്ഞു. പരിഹരിക്കാന്നുള്ളവർക്ക് ഞങ്ങളൊക്കെ സമ്മതിച്ചു. അന്ന് UDF ഭരിക്കുന്ന കാലത്ത് തന്നെ യൂത്ത് ലീഗ് സമ്മതിച്ചത്. പിന്നെ ആ സമയത്താണ് സച്ചാർ കമ്മിറ്റി അത് ദേശീയ തലത്തിൽ തന്നെ മുസ്ലിം ന്യൂനപക്ഷത്തിന് വേണ്ടി മാത്രം, അവരുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി മാത്രം പഠിച്ചുകൊണ്ട് അത് വളരെ സത്യസന്ധമായിട്ട് തന്നെ രജീന്ദ്ര സച്ചാർ റിപ്പോർട്ട് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, എവിടെയാണോ ഇലക്ട്രിക് പോസ്റ്റ് അവസാനിക്കുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് മുസ്ലിങ്ങൾ ജീവിക്കുന്നത്, എവിടെയാണോ നല്ല റോഡ് അവസാനിക്കുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് മുസ്ലിങ്ങൾ ജീവിക്കുന്നത്. അപ്പം മുസ്ലിങ്ങളെ അത്രയ്ക്ക് ഏറെ ഒറ്റപ്പെടുത്തപ്പെട്ട ഒരു സാമൂഹിക സാഹചര്യം ഇന്ത്യയിൽ ഉണ്ട് എന്ന് അന്നത്തെ പ്രധാനമന്ത്രി, അന്നത്തെ UPA ഗവൺമെൻറ്റിന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് രജീന്ദ്ര സച്ചാറിനെ വെച്ചത്. അദ്ദേഹം വളരെ സത്യസന്ധമായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിർദ്ദേശങ്ങൾ പാർലമെൻറ്റ് അംഗീകരിച്ചു. അത് നടപ്പിലാക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് ചുമതലയുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നടപ്പാക്കാൻ അവർ കൈനകത്തിലൊക്കെ തയ്യാറായി. ഇപ്പോൾ അധികം ഓഫ് ക്യാമ്പസുകളും കേരളത്തിലൊന്നുണ്ടായി, ബീഹാറിലുണ്ട്, അതുപോലെ തന്നെ ബംഗാളിലുണ്ട്. അതുപോലെ ഉള്ള നിർദ്ദേശങ്ങൾ മറ്റു സംസ്ഥാനങ്ങളൊക്കെ നടപ്പാക്കാൻ മുന്നോട്ട് വന്നു. കേരളത്തിൽ പാർലമെൻറ്റ് അംഗീകരിച്ച ഒരു സമിതിയെ മറികടന്നുകൊണ്ട് പാലോളി കമ്മിറ്റി ഉണ്ടാക്കുകയാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ദൂഷ്യമായിട്ട് ഇപ്പോൾ തീർന്നിട്ടുള്ളത്. ഇപ്പോൾ പാലോളി കമ്മിറ്റി അന്ന് അതങ്ങനെ നടപ്പായി. ഇപ്പോൾ കോടതി ഇടപെട്ടപ്പോൾ ഇപ്പോൾ അതും ആ നിർദ്ദേശവും ഇല്ലാതായിരിക്കുകയാണ്. മുസ്ലിം പിന്നെ വിദ്യാർത്ഥികൾക്ക് ഈ സംവരണം എന്നൊക്കെ പറയുമ്പോൾ ഭരണഘടനയുടെ ജവഹർലാൽ നെഹ്റു തന്നെ പറഞ്ഞത് എന്താണ്, അതൊരു പിന്നെ പ്രായശ്ചിത്തമാണെന്നാണ്. പിന്നോക്കം നിൽക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾ അവരൊറ്റപ്പെടുത്തപ്പെടുന്നത്, അവർക്ക് ചിലപ്പോൾ ശബ്ദിക്കാൻ കഴിയുകയില്ല. അങ്ങനെയുള്ളവർക്ക് ഭരണഘടനാപരമായിട്ടുള്ള ഒരു പ്രായശ്ചിത്തമാണ് സംവരണം എന്നാണ് ഇന്ത്യയിലെ തലമുതിർന്ന നേതാക്കളൊക്കെ അംഗീകരിച്ചിട്ടുള്ളൊരു വസ്തുത. അതായിരിക്കെ ഇവിടെ അതിനെ മറികടന്നുകൊണ്ട് ഒരു പാലോളി കമ്മിറ്റി വെച്ചു. 80-20 ഇപ്പോൾ സായി പറഞ്ഞ പോലെ ഒരു സച്ചാർ കമ്മിറ്റി പഠിച്ചത് ഒരു വിഭാഗത്തിൻ്റെ പിന്നോക്കാവസ്ഥക്ക് ആവശ്യമായിട്ടുള്ള പരിഹാരങ്ങളാണ്. ആ പരിഹാര നിർദ്ദേശത്തിൽ പിന്നെ അതിൽ വെള്ളം ചേർക്കാൻ പാടില്ലല്ലോ. അതിനെ അംഗീകരിക്കുക, നടപ്പാക്കുക എന്നുള്ളതാണല്ലോ ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഇങ്ങനെ ലാഗ് ചെയ്ത് പോയാൽ നേരത്തെ ഇപ്പോൾ മുസ്ലിം പെൺകുട്ടികൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഇപ്പം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇതിൻ്റെയൊക്കെ ഒരു മുന്നോട്ടുള്ള ഒരു കുതിപ്പിനെ അതിനൊക്കെ ഒരു റിലീഫാണല്ലോ ഈ പറഞ്ഞിരുന്ന പദ്ധതികൾ. അതൊക്കെ നിന്നു പോയല്ലോ.
ഇപ്പം മുസ്ലിം സമൂഹം വിദ്യാഭ്യാസപരമായിട്ടൊക്കെ കുറേ ഉയർന്നു. കാരണം എന്താണ്, നല്ലൊരു ആത്മവിശ്വാസം അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിനെ വീണ്ടും അവർ പിന്നോക്കത്തിലേക്ക് പിടിച്ചു വലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു പഠന കമ്മിറ്റി വെക്കുക എന്ന് പറയുമ്പോൾ കാലതാമസം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഗവൺമെൻറ് ഇപ്പോൾ ഏതായാലും പഠന കമ്മിറ്റി വെക്കാൻ തീരുമാനിച്ചു. അവരതിന് കാലാവധി പറയട്ടെ, 6 മാസമോ 3 മാസമോ, ആ കാലാവധിക്കുള്ളിൽ ഒരു തീരുമാനം അറിയിക്കണം. അല്ലാതെ അനിശ്ചിതമായി നേടിക്കൊണ്ടാൻ പാടില്ല. വെക്കുന്നു പറയുന്നു. ഇതിലിപ്പോ പൊളിറ്റിക്സ് കൂടി ഇതിൽ ഇപ്പൊ നമ്മളത് പറഞ്ഞാൽ പൊളിറ്റിക്സ് ആണ്. അതായത് ഇത്ര ശതമാനം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ പിണക്കാതെ എന്നാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ കൂടെ നിർത്താനൊക്കെ ഉള്ള ഒരു ഇരട്ട ഗെയിമാണ് ഇപ്പൊ നടക്കുന്നത്. പക്ഷെ ഈ ഇപ്പോ സർക്കാരിന്റെ ഇതുവരെയുള്ളൊരു രീതി ഇപ്പൊ കോടതി വന്നതിന് ശേഷമുള്ള ഓരോ ഇടപെടലുകൾ വിലയിരുത്തിയാൽ മനസ്സിലാവും ഇത് നീട്ടിക്കൊണ്ട് പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നതാണ്. ക്രിസ്ത്യൻ വിഭാഗത്തെ പിണക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്ത് ചെയ്യാൻ കഴിയും? നേരത്തെ പറഞ്ഞ അല്ല, ഞങ്ങൾ വിശദമായിട്ട് ഞങ്ങളെ നിവേദനം അല്ല വളരെ നമ്മൾ കമ്മ്യൂണൽ ഡിവൈഡ് ഒന്നും ഉണ്ടാക്കരുത് എന്നാ പറഞ്ഞത്. ബഷീർ വിശദീകരിച്ചത് ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തു. അതാണ് സച്ചാർ കമ്മിറ്റിയായി ബന്ധപ്പെട്ട സമുദായത്തിന്, അതായത് മുസ്ലിം സമുദായത്തിന് ആ ആനുകൂല്യം അങ്ങോട്ട് കൊടുക്കുക. ബഷീർ സാഹിബ് ഇവിടെ കോശി കമ്മിറ്റി എന്ന് ഉദാഹരണമായിട്ട് പറഞ്ഞില്ലേ, അതുപോലെ മറ്റു ന്യൂനപക്ഷങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേറെ ഓർഡർ ഇറക്കുക. എല്ലാവർക്കും കൊടുക്കണം തന്നെയാണ് ഞങ്ങൾ ഈ അഭിപ്രായം. കൊടുക്കണ്ട എന്നല്ല, കമ്മ്യൂണിറ്റി വേണ്ടാക്കരുത്. പക്ഷെ രണ്ടും കൂടി കൂട്ടിക്കുഴക്കരുത്. അതിൽ സംശയത്തിന് ഇട നൽകാത്ത വിധം ക്ലിയറായി, അല്ല ഒരു മിനിറ്റ്, അത് ക്ലിയറായി രേഖാമൂലം ഞങ്ങളൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. ഗവൺമെൻറ് അത് പരിഗണിക്കാതെ പിന്നെയും സമിതി എന്ന് പറഞ്ഞ് പോയാൽ അതിൻ്റെ അർത്ഥം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യം ഇല്ലാതാവുന്നുണ്ടാവും. അല്ല, അത് അവരെ ഫൈനൽ തീരുമാനം വരട്ടെ. ഇതുവരെ പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് ചോദിച്ചു, ഗവൺമെൻറ് തീരുമാനിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോഴും പറഞ്ഞത്. ഇനിയും ചർച്ച നടത്തണം എന്നാണ് പറഞ്ഞത്. ഞങ്ങളോട് പറഞ്ഞു ഇത് അവസാനത്തെ ചർച്ച അല്ല, ഇനിയും മീറ്റിങ്ങുകൾ ഉണ്ടാവുന്നു. അങ്ങനെ നീട്ടിക്കൊണ്ടുപോകേണ്ട ഒരു വിഷയം നിയമസഭ വേണ്ടി വന്നാൽ നിയമസഭയിൽ ഉന്നയിക്കും. ഞങ്ങൾ സബ്മിഷൻ കൊടുത്ത് ഈ ഇത് നീട്ടിക്കൊണ്ടുപോകണോ വല്ല തീരുമാനം ഉണ്ടോ എന്ന് ചോദിക്കും, നിയമസഭയിൽ ഉന്നയിക്കും. അതിനൊന്നും റെലവൻസ് ഇല്ല. എന്താ നമ്മളെ രേഖത, പിന്നെ റെലവൻസില്ല. അതുകൊണ്ട് അത് ചർച്ച ചെയ്യേണ്ട കാര്യം ഈ പ്രസക്തി ഇല്ല. സമിതി അപ്രായോഗികമാണ്, ആവശ്യം എല്ലാവരും താങ്കൾ വിശദീകരിച്ചു. അതായത് ഇതെല്ലാം പഠനം കഴിഞ്ഞിട്ടുള്ളതാണ്, അത് പ്രകാരം തീരുമാനമെടുത്തിട്ടുള്ളതാണ്. ആ എടുത്ത തീരുമാനത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കോടതിയുടെ വിധിപരമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അത് പരിഹരിക്കണമെന്നല്ലാതെ വിദഗ്ധ സമിതിയോട് ഞങ്ങൾക്ക് യോജിപ്പില്ലാതെ നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വിദ്യയാണ്. അതല്ലല്ലോ എൻ്റെ മറുപടി. സമിതിയെ വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ സഹകരിക്കേണ്ട നീട്ടിക്കൊണ്ടുപോകാൻ ടാക്സാന്ന് പറഞ്ഞാൽ അതന്നെ എന്താ ഞങ്ങളിതിൽ പറഞ്ഞത് ഇതാണ്. വിവിധ മതവിഭാഗങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ ഒഴിവാക്കാനായി ഇത്തരം ആനുകൂല്യം നൽകുന്നതിൽ സുതാര്യത ഉറപ്പുവരുത്തി ഈ വിഷയം അടിയന്തരമായി നടപ്പിലാക്കണം, നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല എന്ന് ഞങ്ങൾ രേഖാമൂലം മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുകയാണ് അല്ലേ. ഞാൻ അതേപോലെ തന്നെ മുനീർ, മജീദ് ഞങ്ങൾ ഒപ്പിട്ടും കൊടുത്തു. പിന്നെ സമിതിയിൽ ഇത് പറയുകയും ചെയ്തു. സമിതി മുമ്പാകെ സർക്കാർ യാതൊരു നിർദ്ദേശം വെച്ചിട്ടില്ല. ഇപ്പോഴും സമിതി തീരുമാനിച്ചതായി ഒന്നും പോലും പറഞ്ഞില്ല. പക്ഷെ കാലതാമസം വരുത്താനുള്ള നീക്കമാണ് എന്ന് സംശയിക്കത്തക്ക ഒരു നിലപാടാണ് കാണുന്നത്. കാലതാമസം വരുത്തിയാൽ ഉണ്ടാകാൻ പോകണ ഗൗരവം എന്ന് പറയുന്നത് മറ്റെല്ലാ സ്റ്റേറ്റിലും സ്കോളർഷിപ്പ് കൊടുക്കണം, കേരളത്തിൽ മാത്രം മുസ്ലിം പെൺകുട്ടികൾ സ്കോളർഷിപ്പ് കിട്ടാതെ വരും, ന്യൂനപക്ഷാവകാശം നടപ്പിലാക്കാതെ വരും, ഈ സച്ചാർ കമ്മിറ്റി നടപ്പിലാക്കാതെ വരും. അങ്ങനെ രണ്ടും രണ്ടാക്കി സർക്കാർ ഉടനെ ഉത്തരവിറക്കുകയാണ് വേണ്ടത്. പറഞ്ഞതാണ്. പോരാതെ ആലോചിച്ചു വ്യക്തത ഇല്ലാത്തത് ഗവൺമെന്റിനാണ്. ഗവൺമെന്റ് ഒരു തീരുമാനം എന്താണ് നമ്മളെ വിശദീകരിച്ചല്ലോ. അതായത് ഇതാ പറഞ്ഞ അയ്യോ ഞാൻ ഒന്ന് വിശദീകരിച്ചോട്ടെ. കാരണം വളരെ സിമ്പിളായിട്ട് പറയാം. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇവിടെ ബഷീർ സാഹിബ് വിശദീകരിച്ചത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള മുസ്ലിം ന്യൂനപക്ഷത്തിനുള്ള ആനുകൂല്യത്തിൻ്റെ വിഷയമാണ് ഇവിടെ വന്നിരിക്കുന്നത്. സ്കോളർഷിപ്പ് മുടങ്ങിയിരിക്കുകയാണ്. അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി
സച്ചാർ കമ്മിറ്റിയുടെ ശുപാർശ കേരളത്തിൽ ഉടനെ നടപ്പിലാക്കണം. പാലോളി കമ്മിറ്റി വെച്ച് അത് ജനറലൈസ് ചെയ്തതിൻ്റെ ഫലമാണ് കോടതി ഓർഡർ ക്യാൻസൽ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് സച്ചാർ കമ്മിറ്റി ശുപാർശ പ്രകാരമുള്ള ആനുകൂല്യം പൂർണ്ണമായി മുസ്ലിം ന്യൂനപക്ഷത്തിന് കൊടുക്കണം. 2, അത് മുടങ്ങിയത് കൊണ്ട് ഇതിലെ കാലതാമസം പറ്റില്ല. അത് ഞങ്ങൾ രേഖാമൂലം ആവശ്യപ്പെട്ടതിന് കോപ്പിയാണ് ഞങ്ങൾ കാണിച്ച്. അതുപോലെ തന്നെ എല്ലാ പാർട്ടികളും ഏതാണ്ട് ഇത് ആക്ച്വൽ പൊസിഷൻ അതാണ്. പിന്നെ ഒരു പാർട്ടിക്കും അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ മറ്റ് ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് ലീഗിന് എതിർപ്പില്ല. ജനസംഖ്യാനുപാതികമായി മറ്റ് ന്യൂനപക്ഷങ്ങൾക്ക് കൊടുത്തോട്ടെ. അതാണ് രണ്ടാമത്തെ ഈ പിന്നെ പെറ്റീഷൻ്റെ അല്ലേ പാരഗ്രാഫിലെ ഞങ്ങളുടെ വിശദീകരണം. ഇതിന് കോപ്പി വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. എല്ലാ വിഭാഗങ്ങളുടെയും പിന്നോക്കാവസ്ഥ ഗവൺമെന്റ് പരിശോധിക്കണം. ആരെല്ലാം സാമ്പത്തികമായി എക്കണോമിക്കലായി പിന്നെ എഡ്യൂക്കേഷണലായിട്ട് ആരെല്ലാം പിന്നോക്കം നിൽക്കുന്നു, സോഷ്യലായിട്ട് ബാക്ക്വേർഡ്നെസ് ആർക്കൊക്കെ ഉണ്ടോ അത് ഗവൺമെന്റിനും പഠിച്ചോട്ടെ. എന്നിട്ട് അതിനുള്ള നടപടി എടുക്കാൻ അതാണ് പറഞ്ഞത്. സച്ചാർ കമ്മിറ്റി ആധികാരികമായിട്ട് സമർപ്പിച്ചു കഴിഞ്ഞു. ഒറ്റവാക്കിൽ പറഞ്ഞാൽ പാലോളി കമ്മീഷൻ അസാധ്യമായി. അതിന് മുകളിലുള്ള സച്ചാർ കമ്മീഷൻ നടപ്പിലാക്കണം. ന്യൂനപക്ഷാവകാശം വേറെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ വേറൊരു ഓർഡർ ഇറക്കണം. അതിപ്പോൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിതിൽ ഈ 2008 ഓർഡർ നോക്കിയാൽ നിങ്ങൾക്കറിയാം പല സ്കീമുണ്ട്. ആ പല സ്കീമിൽ മുസ്ലിം കുട്ടികളുടെ 2-3 പദ്ധതിയേ ഉള്ളൂ. ആകെ ഒരു സ്കോളർഷിപ്പ്, പിന്നെ എന്താ പറയുക കോച്ചിങ് സെൻറ്റർ, പിന്നെ മദ്രസ. ഇവിടെ നേരത്തെ നമ്മൾ സുഹൃത്തുക്കൾ ചോദിച്ചു ഇവിടെ ഇങ്ങനെ കമ്മ്യൂണൽ ആയിട്ട് ഞാൻ ചോദിക്കുന്നത് ഒരു സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരെ ബാക്ക്വേർഡ്നെസ് പരിഹരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു എക്സ്ക്ലൂസീവ് പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഫലമായിട്ട് എങ്ങനെയാണ് ഇവിടെ എന്ത് സംഗതി ഉണ്ടാകുന്നത്? ഇവിടെ ഞാൻ പറഞ്ഞ ഈ ജിയോ 2008 ഈ ജിയോ പ്രകാരം മദ്രസ ഈ ഇതില്ലേ എന്താ സംഗതി? ഇതെന്ന് പറയുന്നത് കോൺട്രിബ്യൂട്ടറി ഉണ്ട്. ഒരുപാട് സംഗതികൾ ഇതേമാതിരി ഉണ്ട് ഇവിടെ. എത്ര സമിതി ഇവിടെ കോൺട്രിബ്യൂട്ടറി ആയിട്ടുണ്ട്? പിന്നെ എന്താണ് തയ്യൽ 10-12 കാറ്റഗറി ഉണ്ട് ദേവസ്വം പോലെ ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇത്തരം എക്സ്ക്ലൂസീവ് അവരുടെ ബാക്ക്വേർഡ്നെസ് പരിഹരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത് കമ്മ്യൂണലായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ ഉദിക്കുന്നേ ഇല്ല. മദ്രസ പെൻഷന്റെ കാര്യം തന്നെ ഞാൻ സംസ്ഥാന കലാശാല വിദ്യാഭ്യാസ ബോർഡിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. 10,000-കണക്കിന് അധ്യാപകരുണ്ട്. ഇവരിൽ നിന്നൊക്കെ സർക്കാരിന് ഞങ്ങൾ അതിന് വിഹിതം വാങ്ങിക്കൊടുക്കുന്നു. ആ സാധനം പക്ഷെ ഇന്നുവരെ പെൻഷൻ അവർക്ക് കിട്ടിയിട്ടുമില്ല. ഇതാണ് അവസ്ഥ. പിന്നെ അസംബ്ലിയിൽ ഉന്നയിക്കോ എന്ന് ചോദിച്ചു. എൻ്റെ ഫസ്റ്റ് ഡേ അസംബ്ലിയിലെ പ്രസംഗം തന്നെ ഈ വിഷയം ഊന്നി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രഗിരി ലീഡ് സ്റ്റോറി ആയിരുന്നു പിറ്റേ ദിവസം. ഈ 80-20 വിഷയം ഞാൻ പരാമർശിച്ചിട്ടുണ്ട്. അത് കോടതി ക്യാൻസൽ ചെയ്ത വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. ഇനിയും ആവശ്യമാണെങ്കിൽ നമ്മൾ ഉന്നയിക്കും. സർക്കാരിന് ഇത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യം സച്ചാർ കമ്മിറ്റി എല്ലാ സ്റ്റേറ്റിലും നടപ്പിലാക്കണം. അത് പൂർണ്ണമായി ഇവിടെ ആ തോതിൽ ഇവിടെയും കൊടുക്കുക. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും സ്കോളർഷിപ്പ് കിട്ടുന്നു, ഇവിടെ കിട്ടുന്നില്ല. ഇനി ന്യൂനപക്ഷങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായി എല്ലാ ന്യൂനപക്ഷങ്ങളും കൊടുക്കണോ? അത് സർക്കാർ വേറെ പരിശോധിക്കണം. ആർക്കും വിരോധമില്ല. വളരെ സുതാര്യമായി വളരെ സിമ്പിളായി ഒരു ഓർഡറിലൂടെ പരിഹരിക്കാവുന്ന ഒരു വിഷയം നീട്ടിക്കൊണ്ടുപോകേണ്ട ഒരു കാര്യമില്ല. കോടതി കൂടി വന്ന സ്ഥിതിക്ക് നേരത്തെ പറഞ്ഞ നിയമപരമായ സാധ്യത കൂടി അന്വേഷിച്ചു വന്നു. അപ്പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സച്ചാർ കമ്മീഷന്റെ ഭാഗമായി കേരളത്തിൽ ഇത് പഠിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ടാണ് പാലോളി കമ്മീഷൻ വയ്ക്കുന്നത്. ഈ കമ്മീഷന്റെ നിർദ്ദേശമാണ് ഇപ്പോൾ കോടതി സാധുവാക്കിയിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ കോടതിയുടെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ മറ്റ് നിയമപ്രശ്നങ്ങൾ വരില്ലേ ഈ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയ? ഇല്ല. അതായത് ഞാൻ പറഞ്ഞത് അല്ല, ഇവിടെ 80-20 എന്നുള്ള ഇക്വേഷന്റെ പുറത്ത് വന്നിട്ടുള്ള വിധിയാണ് ന്യൂനപക്ഷത്തിന് അർഹതപ്പെട്ടത്. അതാണ് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞത്. സച്ചാർ കമ്മിറ്റി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു മെക്കാനിസം, അത് ന്യൂനപക്ഷത്തിൻ്റെതായി പ്രത്യേകം പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് പേര് വിളിച്ചാലും ശരി, ബോർഡായിരുന്നാലും ശരി, സെല്ലായിരുന്നാലും ശരി, സച്ചാർ കമ്മിറ്റി നടപ്പിലാക്കുന്നതിന് വേണ്ടി എന്നത് അതേ ഇതിൽ തന്നെ ഇന്ന് മൈനോറിറ്റിയിൽ നിന്ന് അവർ മാറ്റിയിട്ടുള്ളത് തീർച്ചയായിട്ടും അതെന്ത് ചെയ്യണം?
ചർച്ചാ കമ്മിറ്റി നടപ്പിലാക്കാൻ വേണ്ടി നേരത്തെ ചെയ്തതുപോലെ മുസ്ലിം പിന്നോക്കാവസ്ഥയ്ക്ക് വേണ്ടി കൊണ്ടുവന്നത് അത് സ്പെസിഫൈ ചെയ്യണം. അതിന് സെല്ലെന്ന് വിളിച്ചാലും ശരി, മറ്റൊരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ എന്ത് മെക്കാനിസമാണോ ചെയ്യാൻ അത് ചെയ്യട്ടെ. അത് ചെയ്തിട്ട് ഓർഡർ ഉണ്ടാക്കുന്നതിന് കോടതിയൊന്നും തടസ്സമില്ല. അതായത് ഈ കോടതി വിധിയിൽ ഇപ്പൊ കോടതി റദ്ദാക്കാൻ കാരണമായി പറഞ്ഞിരിക്കുന്നത് നിവേദനമാണ്. ഒരാനുകൂല്യം 80-20 എന്ന് പറയുന്നുള്ള നിവേദനമാണ്. അത് ആ ഒരു പ്രശ്നം സച്ചാർ കമ്മീഷൻ വരില്ല എന്നാണ് പറയുന്നത്. കാരണം അത് മുസ്ലിം പാലോളി വന്നതിന് ശേഷമാണ് ആ വിവേചനം ഉണ്ടായത്. അവിടെ വിവേചനം ഉണ്ടാക്കിയത് പ്രത്യേകമായി പറഞ്ഞതുകൊണ്ട് സച്ചാർ കമ്മീഷന്റെ ഭാഗമായി 100% സംവരണം കൊടുത്താലും കോടതി തടയില്ല. ഇന്ത്യയിലൊക്കെ കൊടുക്കുന്നില്ല. ഈ സർവകക്ഷി യോഗത്തില് മുസ്ലിം ലീഗ് ഉന്നയിച്ചതും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതൊന്നും മുഖവിലക്കെടുക്കാതെ അല്ലെങ്കിൽ പരിഗണിക്കാതെ സർക്കാർ തീരുമാനമെടുത്തു എന്നുള്ള ആരോപണമുണ്ടോ? അല്ല, ഇതിപ്പോൾ വേറെ പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് ചോദിച്ചു, സർക്കാരിന് വല്ല നിലപാടും പറയാനുണ്ടോ? അവർ കൂടുതൽ ആലോചന നടത്തിയിട്ട് പറയാം, ഇപ്പോൾ പറയുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ പ്രസംഗത്തിലും ആവർത്തിച്ചു, പ്രതിപക്ഷത്തിൻ്റെ ബാധ്യത തന്നെ അതാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കണം, അതിന് കൂടുതൽ ചർച്ച നടത്തിയിട്ടേ പറ്റൂ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ ഗവൺമെൻറ് നിലപാട് ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ പാർട്ടികളും അവരുടെ അഭിപ്രായം പറഞ്ഞ് നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞ് മീറ്റിംഗ് ക്ലോസ് ചെയ്യാണ് ചെയ്തത്. ഒരു തീരുമാനം പിന്നെ ഓൾ പാർട്ടിയിൽ പറഞ്ഞിട്ടില്ല ഗവൺമെൻറ്. പ്രതിപക്ഷ നേതാവും അത് പത്രസമ്മേളനത്തിൽ പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഗവൺമെൻറ് തീരുമാനമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി എന്താണ് ഗവൺമെൻറ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോഴും സമിതി വന്നിട്ടൊന്നുമില്ല, ഒരു പത്രക്കുറിപ്പ് ഇറക്കിയത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗവൺമെൻറ് തീരുമാനം ഇപ്പോഴും വന്നിട്ടില്ല. അതുകൊണ്ട് ഗവൺമെൻറ് തീരുമാനം നീട്ടിക്കൊണ്ടുപോകാനാണെങ്കിൽ അത് വളരെ ഗൗരവമുള്ള പ്രശ്നമാണെന്നാണ് നേരത്തെ വർഷത്തായി ഇവിടെ പറഞ്ഞത്. അങ്ങനെ കൊണ്ടുപോകാനുള്ള തീരുമാനം തങ്ങളും പറഞ്ഞത്. തീരുമാനം വരികയാണെങ്കിൽ അപ്പോൾ അതിനെന്താ വേണ്ടി ഞങ്ങളപ്പോൾ അറിയാം. കാരണം അത് മുടങ്ങിക്കിടക്കുക. വേറെ മറ്റു വിഷയങ്ങൾ ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാരണം സ്വർണ്ണക്കടത്ത് അല്ല കുഴൽപ്പണം പിന്നെ ഒരു വിഭാഗത്തിന് മാത്രമായിട്ടുള്ള ആനുകൂല്യം കൊടുക്കുന്നതിനെ സംബന്ധിക്കുന്നതാണോ ഇത് ഇപ്പം ശരിയും? അതായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് കൺഫ്യൂസ് ഇവർ ചെയ്തുകൊണ്ടാണ്. കോടതി അത് നോക്കി കോടതി എടുത്ത നിഗമനം എത്തുന്നത് ഇതെങ്ങനെയാണ് മൈനോറിറ്റി എന്ന പേര്, അതാണ് കോടതി പറയുന്നത്. മൈനോറിറ്റി എന്ന് പറഞ്ഞെടുത്തുനിന്ന് എങ്ങനെയാണ് ഇത് അവർ കേസ് ഉദ്ധരിച്ചു, ഒരു ചിന്ന അത് പ്രചരിപ്പിക്കരുത്, അത് കുറച്ചിട്ട് അവർ അപ്പം അത് ചെയ്ത തെറ്റാണ്. ഈ വിധി യഥാർത്ഥ മറ്റു സംസ്ഥാനങ്ങളൊക്കെ ചെയ്തത് ഇതില് ഞാൻ മുസ്ലിം എന്നുള്ളടത്ത് മൈനോറിറ്റി ആക്കി അതിൽ പക്ഷഭേദം കാണിക്കുന്നു എന്ന തരത്തിലൊരു ഓർഡർ പാലോളി കമ്മിറ്റി ഇറക്കിയതാണ് ഈ കുഴപ്പത്തിന് ഒരു കാരണം. മറ്റു സംസ്ഥാനങ്ങളൊക്കെ സച്ചാർ കമ്മിറ്റി ആയിട്ട് തന്നെ മുസ്ലിം ബാക്ക്വേർഡ്നെസ്സിനൊരു ഓർഡർ ഇറക്കി. അപ്പോൾ അവിടെ ഒന്നും കുഴപ്പമില്ല. അതേ കാര്യം പടി ചെയ്താൽ മതി. സച്ചാർ കമ്മിറ്റി ഇവിടെ നടപ്പിലാക്കിയാൽ മതി. ഇല്ല എതിർക്കൂലല്ലോ. കാരണം അല്ലല്ല, അത് ആദ്യം അങ്ങനെയായിരുന്നു. ആനുകൂല്യം കൊടുത്ത ഓർഡറിൽ മാത്രം കൊടുത്തപ്പോ ട്രെയിനിങ് സെന്റർ ഫോർ മുസ്ലിം യൂത്ത് എന്നായിരുന്നു. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, മാറ്റിയതാണ്. അതന്നെ പ്രശ്നം. പാലോളി കമ്മിറ്റിയുടെ വേറെ ഓർഡർ ഇറക്കിയ പ്രശ്നം തീരും. അതായത് ഇതിൻ്റെ സംഗതി എന്താ പറയുന്നത്, ഞങ്ങൾ ആ സാധ്യത നോക്കി ഇതിൽ ശരിക്കും വന്നാൽ നിയമത്തെ ഫോകപ്പ് ചെയ്യാം. അങ്ങനെ അതിനൊരു കുടഞ്ഞ പടിയാണ് ഇത്. തേർഡ് പാർട്ടി പോകുന്നതിന് പകരം ഇതിൽ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാണല്ലോ ഇതാക്കി സ്റ്റേറ്റ് പോകണം. പോവുകയാണെങ്കിൽ സ്റ്റേറ്റ് പോകണം. അതല്ലാതെ നമ്മൾ പോയാലുണ്ടാവും. ഞങ്ങൾ അഡ്വൈസ് എടുത്തപ്പോൾ നമുക്ക് തോന്നുന്നത് വെച്ചാൽ ഇപ്പോൾ ഒരു സംഘടന മൂന്നാം കക്ഷിയാണല്ലോ. നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ നെഗറ്റീവ് ആയിട്ട് വരികയാണെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഒരു കേസ് അവരാണല്ലോ ഒരു പാർട്ടി. ഏറ്റവും നല്ലത് എന്തെങ്കിലും അവർ പറയണം, അതല്ലാതെ നമ്മൾ പറയുന്നതല്ല. കോടതി സ്റ്റേറ്റിൻ്റെ അല്ല, പക്ഷേ അതിൽ തെറ്റിദ്ധാരണ വരും. 80-20 പുനഃസ്ഥാപിക്കാനല്ല കോടതി പോകണമെന്ന് പറയുന്നത്. 80-20 പുനഃസ്ഥാപിക്കാനല്ല. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന ആനുകൂല്യമാണ്, അതനുവദിച്ച് തരണം എന്ന് പറയാനാണ് കേസ് പോകുന്നത്.
100% ആണത്. 100%. അത് ഈ പലരും കോടതി പോകണം എന്ന് പറയുന്നത് ഈ ചോദ്യം ചെയ്യണം. കോടതി പോകണം ഈ 80-20 പുനഃസ്ഥാപിക്കാൻ, 80-20 പുനഃസ്ഥാപിക്കാനല്ല. അത് ഞങ്ങളാരും ഉത്തരവാദികൾ. കോടതിയിൽ പലരും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പലരുടെ കമ്മീഷൻ പുനഃസ്ഥാപിക്കാൻ കോടതി പോയാൽ ചിലപ്പോൾ നടക്കില്ല. കാരണം അത് മുസ്ലിം എന്ന് പറയുന്നില്ല. ഗവൺമെന്റിന് ഇതിന്റെ തീരുമാനം എടുക്കാൻ കോടതി വിധിക്ക് കോൺട്രഡി തീരുമാനം അതാണല്ലോ എടുക്കേണ്ടത്. ഞങ്ങളെ നിലപാട് ക്ലിയറാണ്. ഈ വിഷയം അത്രയേ ഉള്ളൂ. അതായത് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ആനുകൂല്യം പെട്ടെന്ന് കൊടുക്കാനുള്ള ഒരു നീക്കം കാണുന്നില്ല സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്. ഒരു അലംഭാവം കാണുന്നു. ആ അലംഭാവം കേരളത്തിൽ മാത്രം സച്ചാർ കമ്മിറ്റിയുടെ ആനുകൂല്യം കിട്ടിക്കൊണ്ടിരുന്നത് കിട്ടാതെ വരും. അതുകൊണ്ട് അതിന് അടിയന്തരമായ നടപടി വേണം. മറ്റു ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ, ജനസംഖ്യാനുപാതികമായി കൊടുക്കണമെങ്കിൽ അതിന് വേറെ ഓർഡർ. ഇതാണ് നമ്മുടെ കണ്ടൻസ്. ഞങ്ങൾ എഴുതി കൊടുത്തു. അത് തന്നെ കമ്മിറ്റി ഓൾ പാർട്ടിയിൽ പറഞ്ഞത്. നീതി വൈകിക്കുക എന്ന് പറയുന്നത് നീതി നിഷേധിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ആ രീതിയിലേക്ക് അപ്പോൾ ഗവൺമെന്റ് അത് കൊണ്ടുപോകുന്നത്. ശരി. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ മുൻകൈ എടുത്ത സമവായ ചർച്ച നടത്തില്ല സമുദായങ്ങൾക്കിടയിലൊരു അങ്ങനത്തെ ശ്രമങ്ങൾ തുടരുകയും ലീഗിന്റെ ഭാഗത്തുനിന്ന് അല്ല, അതൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ലല്ലോ. അതൊക്കെ ഓരോരോ ആവശ്യം വരുന്നതിനനുസരിച്ച് അപ്പോൾ നോക്കേണ്ട കാര്യമാണ്. ലീഗ് ഒന്ന് മുൻകൈ എടുക്കണമെന്ന് എല്ലാവരും കൂടി പറഞ്ഞ സന്ദർഭമില്ലേ? CPM വരെ ആവശ്യപ്പെട്ടില്ലേ? ബാബരി മസ്ജിദിൻ്റെ വിഷയം വന്നപ്പോൾ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് ചർച്ചയ്ക്ക് മുൻകൈ എടുക്കേണ്ടത് എന്ന് CR കൃഷ്ണയ്യർ ഹർത്താലായിട്ടും എറണാകുളത്ത് നിന്ന് മാർഗതടസ്സങ്ങളൊക്കെ മാറ്റിച്ച് പാണക്കാട് വന്ന് പറഞ്ഞില്ല തങ്ങൾ മുൻകൈ എടുക്കണം. അപ്പോൾ പിന്നെ രാജ്യത്ത് വരുന്ന സാഹചര്യങ്ങൾ എന്താണെന്ന് മുൻകൂട്ടി പറയണമെന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ തങ്ങൾ മുൻകൈ എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ഇനിയും ചെയ്യും. അത് തങ്ങൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ രാജ്യത്തുണ്ടാവും. അതിന് ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ബാബരി മസ്ജിദിനെ തുടർന്നുണ്ടായ കലുഷിതമായ അന്തരീക്ഷത്തിൽ ശിഹാബ് തങ്ങൾ മുൻകൈ എടുക്കണം എന്ന് CPMൻ്റെ അന്നത്തെ സെക്രട്ടറി പ്രസ്താവന ഇറക്കി. ഞാൻ കാണിച്ചു തരാം, പ്രസ് കട്ടിങ് എൻ്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്തുകൊണ്ടാണ് സംഭവത്തിൽ ഇൻഫ്ലുവൻസ് ഉള്ള ആൾ എന്നുള്ള ആൾക്കാന്ന് പറഞ്ഞത്. അതുപോലെ VR കൃഷ്ണയ്യർ കൊച്ചിയിൽ നിന്ന് കാർ എടുത്ത് ഇവിടെ വന്നു. ഇവിടെ എത്താൻ വേണ്ടി അദ്ദേഹത്തെ സഹായിച്ചതിനെ കുറിച്ചൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അന്ന് വന്നിട്ട് സംസാരിച്ചിട്ട് സാമുദായിക സൗഹാർദ്ദം നിലനിർത്താൻ വേണ്ടി ഉള്ള നടപടികൾ അദ്ദേഹം നിർദ്ദേശിച്ചു. അപ്പോൾ രാജ്യത്ത് വരുന്ന ഓരോ ഡെവലപ്മെൻ്റ് അനുസരിച്ച് അത് അപ്പം ആലോചിക്കും. ഈ കേസുകളുടെ മകനെ ചോദ്യം ചെയ്യാനൊക്കെയാണ് കേൾക്കുന്നത്. ഈ കുടകരയിലെ കുഴൽപ്പണ വിഷയത്തിലൊക്കെ ഏറ്റവും അധികം പണം കടത്തിയത് BJP എന്ന രീതിയിലാണ് ആരോപണങ്ങൾ വരുന്നതും അന്വേഷണത്തിന്റെ പലതും നീങ്ങുന്നതും. എങ്ങനെയാണ് കാണുന്നത് സാധ്യത? വളരെ ഗൗരവമുള്ള ഒരു വിഷയമായിട്ടാണ് ഇപ്പോൾ അത് വന്നിരിക്കുന്നത്. കാരണം ജനങ്ങളുടെ ഇടയിലുള്ള ഒരു ഇംപ്രഷൻ ഈ തരങ്ങും വിലങ്ങും ഹെലികോപ്റ്റർ പറക്കലും അതുപോലെ തന്നെ ഇത്തരം ആരോപണങ്ങൾ വരലും എല്ലാം കൂടി കാണുമ്പോൾ കോടിക്കണക്കിന് ഇലക്ഷൻ കാലത്ത് കേരളത്തിൽ വഹിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഡൗട്ട് ഇപ്പോൾ വരുന്നുണ്ട്. നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്വതന്ത്രന മാറ്റാൻ മഞ്ചേശ്വരത്ത് കൊടുത്ത ഓഫർ കണ്ടില്ലേ? അത് ഞങ്ങളെ തോൽപ്പിക്കാനായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള അനവധി കാര്യങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കോടികളുടെ ഒഴുക്ക്, അതിൻ്റെ വിശദാംശങ്ങൾ സ്വാഭാവികമായും ജനങ്ങൾ സംശയിക്കുന്നത് കൊണ്ട് അന്വേഷണത്തിൽ ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും വളരെ വലിയ ഒരു സംശയത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ഇതിൻ്റെ സത്യം തെളിയണം. BJP സംശയത്തിൽ നേരിടാണെന്ന് പറയാം അല്ലേ? ആണല്ലോ. ഇനി എന്താ നേരിലാവാൻ നല്ലോണം നേരിൽ തന്നെ അവരിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വൈകാതെ അവരിലെത്തും എന്നാണ് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിഴൽ എന്നുള്ളത് കുറച്ച് കുറവാണ്. കുറച്ച് ദിവസം ഇപ്പോൾ BJPയുടെ ആളുകൾക്ക് ന്യായീകരിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്ക് പിന്നിൽ BJPയെ ടാർഗറ്റ് ചെയ്ത മുസ്ലിം ലീഗിന്റെയും CPMന്റെയും പൊളിറ്റിക്സ് ആണെന്നാണ്. ഈ ഫാക്റ്റുകളാണല്ലോ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ കളവാണെന്ന് നിങ്ങൾ തന്നെ പറയേണ്ടി വരും. അങ്ങനെ ആവുമ്പോൾ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാക്റ്റുകൾ ഞങ്ങളാരും തന്നതല്ലല്ലോ, നിങ്ങൾ കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതാണല്ലോ. അതുകൊണ്ട് അതിനുള്ള ഉത്തരം നിങ്ങളെ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. BJPന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ആളുകളെ
അവർ കൊടുത്തെന്നും വാങ്ങി എന്നൊക്കെയുള്ളത് രാജ്യത്ത് മുഴുവൻ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഞങ്ങളിതിൽ കക്ഷിയല്ലല്ലോ. ഞങ്ങൾ കാച്ചിയവരും അല്ല കർമ്മവരും അല്ല. ഒക്കെ നിങ്ങൾ തന്നെയാണ്. പുറത്ത് കൊണ്ടുവന്നതൊക്കെ നിങ്ങൾ തന്നെയാണ്.